ശ്രുതി അയ്യോ ആരാണ്ടൊന്നും വയ്യല്ലോ. എനിക്ക് തന്നെ എൻ്റെ മോള് അവളെ ഞാൻ കുറച്ച് നല്ലിട്ട് കഷ്ടപ്പെടുത്തിയത് ഞാനിതൊക്കെ അനുഭവിക്കണം. അമ്മേ ഓ രാമ രാമ. അമ്മേ എന്താ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? മോളെ അമ്മയ്ക്ക് തീരെ വയ്യ. മാവ് ആ ഫ്രിഡ്ജിലുണ്ട്, മോളുണ്ടാക്കി കഴിച്ചോ. ഓ എനിക്കത് വയ്യ കഴിക്കാണ്ടാക്കാന്. പ്രകാശ് ഇതാ നോക്ക്, നമ്മൾ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നീ പോകുമ്പോഴേ എന്നെ എന്റെ വീട്ടിലൊന്നും ആക്കിയേക്ക്. ഇവിടെ എന്റെ കാര്യങ്ങളൊന്നും ശരിയാവണില്ല. അമ്മേ ഇന്നെന്താ അമ്മ ഒന്നും ഉണ്ടാക്കാത്ത? അമ്മേ അമ്മ ഒന്നും ഉണ്ടാക്കാത്ത? മോനെ തീരെ വയ്യടാ, മുട്ടൊക്കെ വേദനിച്ചിട്ട് വയ്യ. എനിക്ക് ഒന്നിനും കഴിയണില്ല. ഞാൻ പോകുമ്പോഴേ മീനിനെ കൊണ്ടുപോവാം. അവളെ വീട്ടിലാക്കാലോ. അമ്മ തൽക്കാലം അമ്മൂനെ വിളിക്ക്. 2 ദിവസം അവള് വന്ന് നിൽക്കട്ടെ. പിന്നെ പൈസ എന്തിനും വേണമെങ്കിൽ ചോദിച്ചോട്ടോ. മോളൊന്ന് വിളിക്കട്ടെ. ആ മോളെ. ആ ഹലോ അമ്മേ, എന്തൊക്കെയുണ്ട്? ഞാൻ അമ്മേനെ ഇന്നലെ വിളിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് തീരെ വയ്യ. അവിടുന്ന് എന്താ ആരും ഇങ്ങോട്ട് കാണാത്തത്? ആണോ മോളെ, എന്താ പറ്റിയ? ഇവിടെ ആരുമില്ല മോളെ, അങ്ങോട്ടൊന്ന് വന്ന് നോക്കാൻ. അമ്മയ്ക്ക് തീരെ വയ്യ. ആ അതൊക്കെ പോട്ടെ, അമ്മ ഇപ്പം എന്തിനാ വിളിച്ചത്? അമ്മ വിളിച്ചത് ഒന്നുമില്ല മോളെ, അവിടുത്തെ അമ്മയ്ക്ക് വയ്യല്ലോ. അപ്പൊ പിന്നെ നീ അവിടുന്ന് പോന്നാല് പിന്നെ അവിടെ ആരാ? അങ്ങോട്ട് വരാനോ? അമ്മ ഇവിടെ ഈ അവസ്ഥയിൽ ഞാൻ ഇപ്പം എങ്ങനെ അങ്ങോട്ട് വരിക? എനിക്ക് തീരെ വയ്യ മോളെ, മുട്ടുവേദന ഒന്ന് കൂടിയിട്ടുണ്ട്. നീ ഒന്നുണ്ടേ വന്നെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ ആളായിരുന്നു. അല്ല അമ്മേ, അപ്പൊ അമ്മയുടെ പുന്നാറ് മീരെടുത്തില്ലേ അവിടെ? അവളൊക്കെ അവളുടെ വീട്ടിൽ പോയി. അപ്പൊ പ്രകാശേട്ടനോ? അവനും പോയി. ഇപ്പൊ ആരുമില്ല, അമ്മ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ. അമ്മേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ആരെ ശരിക്കും പെൺകൊന്ത്? സ്വന്തം അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ട് അവളെ കൂടെ പോയ? ഞാനൊന്നും പറയുന്നില്ല. ഇക്കതേ ആദ്യം അറിയുന്നത് ഇങ്ങനെ തന്നെ വരുന്നു. അമ്മ എന്തായാലും ശ്രുതിയേട്ടനെ വിളിച്ചു നോക്ക്. ഞാൻ അവളെ ഒരുപാട് ദ്രോഹിച്ചു. ഞാൻ വിളിച്ചാല് അവള് അമ്മ വിളിക്കണം. അമ്മ ചെയ്ത പാപത്തിന് ഇങ്ങനെയെങ്കിലും ഒന്ന് പരിഹാരമാവട്ടെ. അമ്മ വിളിക്കണം എൻ്റെ മോളെ. മോളോ? അമ്മ അങ്ങനെയൊന്നല്ലല്ലോ വിളിച്ചെന്ത്? അമ്മയ്ക്ക് ഏട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ. ഏട്ടത്തിക്ക് വേണമെങ്കിൽ ഏട്ടത്തിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നു. അതൊന്നും ചെയ്തില്ല. അവർക്ക് അവിടെ എന്തിനൊരു കുറവുണ്ടായിരുന്നത്? ഏട്ടത്തിക്ക് പൈസയ്ക്ക് പൈസയും വീടിന് വീട് എല്ലാ കാര്യങ്ങളും ഇല്ലേ. പിന്നെ ഏട്ടത്തിക്ക് ഇല്ലാത്തത് ഒരമ്മയാണ്. അതുകൊണ്ടാണ് അമ്മേനെ എത്രയും സ്നേഹിച്ചത്. അമ്മ എത്രയും കഷ്ടപ്പെടുത്തിയിട്ടും ഒരു വാക്ക് പോലും അമ്മയോട് പറയുന്നത്. എന്നിട്ട് ആ സ്നേഹം അമ്മ മുതലെടുത്തു. അമ്മ ഇതിനൊക്കെ അനുഭവിക്കാനും വേണം. സോറി മോളെ, ഞാൻ അമ്മയ്ക്കൊരു തെറ്റ് പറ്റി.
സോറി, എന്നോടല്ല ശ്രുതി എടുത്തിനോടാ പറയണത്. അമ്മ ശ്രുതി എടുത്തിനെ വിളിച്ചോക്ക്. ശ്രുതി എടുത്തി എന്തായാലും വരും. എന്നാ ശരി അമ്മ. എന്നാ ശരി, അമ്മ പിന്നെ വിളിക്കാം. മോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മ. ഹലോ. ഹലോ മോളെ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ആ അമ്മ, എന്തൊക്കെ സുഖം. പ്രശാന്തേട്ടാ, ഇതാ അമ്മ. അമ്മയ്ക്ക് സുഖല്ലേ? ആ മോളെ, കുഴപ്പമൊന്നുമില്ല. 2 ദിവസം മുമ്പ് അമ്മ കാല് തെറ്റിന്ന് വീണു. അപ്പൊ കാലിന് ചെറിയൊരു നീരുണ്ട്. എന്നിട്ട് അമ്മ ഡോക്ടറെ കാണിച്ചോ? മീരനോട് ചൂടെള്ളം പിടിച്ചു തരാൻ പറയാം. മീര ഉണ്ട് അടുത്ത്? ആ, അവള് ഇവിടെ ഇല്ല. അവൾ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ അവളും പ്രകാശനും കൂടി അവളെ വീട്ടിൽ പോയി. ഇപ്പൊ ഇവിടെ ആരുമില്ല മോളെ. ഇപ്പോ അമ്മ അമ്മോനെ വിളിച്ചില്ലേ? അവളെ അമ്മയ്ക്ക് വയ്യ. എനിക്കിനി ആരെയും ബുദ്ധിമുട്ടിക്കാനാവില്ല. ഞാൻ വിളിച്ചാൽ ഇനി ഓടി വരാൻ എനിക്ക് നീയേ ഉള്ളൂ. അമ്മയ്ക്ക് എന്തുണ്ടല്ലോ എന്നെ വിളിക്കാലോ. ഞാൻ അമ്മയുടെ മൂത്ത മകളല്ലേ, എനിക്കല്ല അർഹതല്ലേ അമ്മേ? ഞാൻ അതെല്ലാം മനസ്സിലാക്കാം. വൈകിപ്പോയി മോളെ. അതിനുള്ളതെല്ലാം ദൈവം എനിക്ക് തന്നു. എൻ്റെ മോളെ ഇനി ഇങ്ങോട്ട് കഷ്ടപ്പെടുത്താൻ ഞാൻ വിളിക്കുന്നില്ല. എൻ്റെ മോളവിടെ സന്തോഷത്തോടെ ഇരുന്നാൽ മതി. അമ്മ വിഷമിക്കണ്ട. ആ, പിന്നെ മോൻ്റെ കുളി കഴിഞ്ഞ അവനോട് പറഞ്ഞേക്ക്. കുറേ നേരം കാലിങ്ങനെ തൂക്കിയിട്ടിരുന്ന നീര് കൂടുള്ളൂ. എന്നാ ശരി മോളെ, അമ്മ വിളിക്കാം. ഞാനേ ഏട്ടനോട് കൂലി കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയാട്ടോ. ആ ശരി എന്നാ അമ്മേ. ആ ശരി. എന്റെ മക്കള് അവര് വന്നല്ലോ. മോള് വാ. മോളെ, അമ്മയ്ക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി. എൻ്റെ മോളുടെ നിലയും വിലയൊക്കെ അമ്മ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. ഇനി എൻ്റെ മൂത്ത മരുമകളായി, അല്ല, എൻ്റെ മൂത്ത മകളായി കയറി വാ.